to Giggly Cow. Hello guys, welcome back to our YouTube channel. So today, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് Who knows me better? ഇന്ത്യ എഡിഷൻ. ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള്, ഇവര് ഉത്തരം പറയും. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഈ ഗെയിമിൽ കുറച്ച് റൂൾസ് ഉണ്ട്. എന്താ വെച്ചാല് Rules and regulations. ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ഉത്തരം അറിയുന്നവര് നെയ്മോ ലെറ്റർ എന്തെങ്കിലും ഒന്ന് ഫസ്റ്റ് പറയും. എന്താ പറയണ്ടേ അതിന് നമുക്ക് തീരുമാനം. അത് നിങ്ങളെ തീരുമാനം. അത് എങ്ങനെ മിനു അങ്ങനെ പറയാം. നിങ്ങളെ പേര് എന്റെ പേര് പറയണ്ടേ, നിങ്ങൾ ഓരോ പേര് എന്തെങ്കിലും അങ്ങനെ ഒരു പേര് പറയണം. ഞാൻ ആർക്കാണ് ഫസ്റ്റ് കേൾക്കുന്നത്, നിങ്ങൾ ആര് പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് കേൾക്കണ ആർക്കാണ് ഓരോ ഞാൻ പറയും, ഓരോട് പറയാനുള്ളത്. ഓക്കെ, പിന്നെന്താ വെച്ചാല് ആൻസർ അറിയിക്ക് മാത്രം നെയിം പറഞ്ഞാൽ മതി. അപ്പം പിന്നെ ഒരു കൊണ്ട് കഴിഞ്ഞു നമ്മള് ആരുണ്ടാവില്ല. കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ ആർക്കും അറിയില്ല, ക്വസ്റ്റ്യൻ ഉത്തരം ആർക്കും അറിയില്ലെങ്കിൽ വീണ്ടും ഫസ്റ്റ് ആക്കി തന്നെ പോകും. പിന്നത്ര ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ടോ കാണാൻ. ഭയങ്കര സീക്രട്ട് ആയിട്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ എഴുതാം ക്വസ്റ്റ്യൻ പിന്നെ ആൻസർ അതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ. കുറെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ പേര് വിളിക്കാട്ടെ, വണ്ടിയത് ആദ്യം വീട് സ്റ്റാർട്ട് ചെയ്യണേ. Who's my favorite celebrity of all time? അയ്യോ അവൾക്ക് പോയിട്ട് ഞാനല്ലേക്കണെന്താണോ ഒരു പെർട്ടിക്കുലർ വണ്ണല്ലേ. Next question. What is my favorite movie or show? No, Narnia. Yes. പേരാണ് Chronicles of Narnia. Okay. My most used app beside Instagram. അല്ല Twitter. Yes. പിന്നെ എല്ലാം അറിയാം, നല്ല അറിയാം. പിന്നെ എന്താ പറയാ, ഞാന് എന്റെ പേര് പറയാൻ വരെ ഞാൻ അതിന് വൈകി പോവാണ്. അറിയില്ല, അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഇത് കുറച്ച് ട്രിക്കിയാണ്, അറിയോന്ന് അറിഞ്ഞൂടാ, പഠിച്ചിട്ടില്ലാണ് ഞാൻ ചോദിക്കുകയാണ്. വാട്ട് വാസ് മൈ ഫസ്റ്റ് എവർ എഡിറ്റിംഗ് വീഡിയോ? ജമന്റെ ഞാൻ വന്നതാ കാരണം അല്ല സംഭവമാണ്. എന്റെ സ്കൂളിൽ എനിക്ക് അറിയില്ല, ഒരു സ്കൂളിലെ വീഡിയോ ആണ് എഡിറ്റ് ഞാൻ പറഞ്ഞു. ലിനുവിന്റെ NSSന് ഓരോ സ്ക്രാപ്പ് ചാലഞ്ച് എനിക്ക് പകുതിയാണോ? ഞാൻ സ്കൂളിൽ വന്നല്ലോ, എനിക്കറിയാം സ്കൂളിന്റെ ആണ്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ആർക്കാണ് എനിക്ക് കിട്ടുന്നില്ല. സ്കൂളിന്റെ എന്തോ വീഡിയോ ആണ് ചെയ്തത്, അത് ഭയങ്കര ഹിറ്റുമായിരുന്നു. അതെ, ഒരു ഫേസ്ബുക്കിൽ എന്തോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. Okay, next question. What is the most weird habit I have? ഇവിടുത്തെ That's the most weird. എനിക്ക് ഇവിടെ മുടി പറിക്കണം ഒരു അസുഖമാണ്.
ഇങ്ങനത്തെ കണ്ടീഷനിലാന്നൂടെ പറഞ്ഞു. സ്ട്രെസ് വന്നാലുണ്ട് എക്സാമിന്റെ തലേന്ന് അങ്ങനെ അത് എനിക്കൊന്നും കിട്ടിയില്ല. ഇതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞ കേസ്. വാട്ട് വാസ് മൈ ഫേവറേറ്റ് കാർട്ടൂൺ ആസ് എ കിഡ്? ഡോറ ബുജി. അല്ല, അവർക്ക് കിട്ടൂല, അവർക്ക് ഒരു മാർക്കും കിട്ടൂല. ആണ് കാരണം ഇവർക്ക് ഡ്രാഗൺ ബൂസ്റ്റ്, അതിലൂടെ ഉണ്ട് ഞങ്ങൾക്ക് അതുപോലെ സൂപ്പർ വൈറ്റ്. ഡ്രാഗൺ ബൂസ്റ്റ് കാണാൻ ഞാൻ ഉണ്ടാവില്ലല്ലോ. മറ്റേ അനു മാ എത്ര പിന്നേതാ ഒരു ക്ലൂ ഞാൻ തരാം. ഇത് നമ്മള് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പെട്ടെന്ന് അത് നിർത്തിയോ. മറ്റേ സ്റ്റുവർട്ട് ലിറ്റിലാണ്. മറ്റേ ആ വെള്ളത്തിലേക്ക് പോകുന്ന അതിന്റെ പേര് കിട്ടിയില്ല. ഞാൻ പറഞ്ഞുതരാം. മറ്റേ പെൺകുട്ടിന്റെ ഡ്രാഗൺ ബൂസ്റ്റും. Okay, next question. Who do I text the most? There are two persons. ഒന്നിന്റെ ഫ്രണ്ട് അഭിനന്ദി. One thing I was so good at when I was in school. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര ഗുഡായിരുന്നു. ഇറ്റ്സ് നോട്ട് എ സബ്ജക്ട്, ഇറ്റ്സ് എ തിങ്, ഒരു സംഭവം. എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനൊരു കാര്യം പറഞ്ഞിപ്പോ പറയും പാട്ടല്ല. സ്പീച്ച്. Since I was 13. ഒരു സംഭവം ഞാനത് തുടങ്ങിയാൽ എനിക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ തുടങ്ങൂല പരിപാടി. ഞാൻ ഇടയ്ക്കിടക്കൂടെ പറയലേ ഭയങ്കര ബോറിംഗ് കഴിയാത്ത പരിപാടി. ഇതിപ്പോ അനുവിനും ആകും. അതെടുക്കൊന്നും അറിയില്ല. താത്തയാണ് താത്ത. അതെ, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, മൈ ഡ്രീം ഡെസ്റ്റിനേഷൻ റിലീജിയസ് വേണ്ട, അല്ലാത്ത മൈ ഡ്രീം ഡെസ്റ്റിനേഷൻ ടു ബിസൈഡ് സൗത്ത് കൊറിയ. ക്വസ്റ്റ്യൻ ഈസ് ബിസൈഡ് സൗത്ത് കൊറിയ. അങ്ങനെ പറഞ്ഞു. എനിക്ക് ഉറപ്പിന് സൗത്ത് കൊറിയ എല്ലാവരും പറഞ്ഞു എനിക്കറിയാം. ഒരു ഫുഡ് ഐറ്റം that I could absolutely cannot stand. എനിക്ക് കഴിക്കാൻ തന്നെ കഴിയില്ല. ഇഷ്ടമില്ലാത്തൊരു ഫുഡ് ഐറ്റം ആണേ. അമ്മ കഴിക്കുന്നുണ്ടോ? നമ്മളൊക്കെ കഴിക്കും. ഞാൻ കഴിക്കുന്നുണ്ടോ? അച്ചാറാണോ? പേരെടുക്കാത്തവർക്ക് മാർക്കില്ല. ഓക്കെ, ഇത് കുറച്ച് ട്രിക്കിയാണ്. കിട്ടുമോന്ന് തന്നെ എനിക്കറിയാം. ഓക്കെ, ഞങ്ങൾക്ക് ഫസ്റ്റ് ഓൺ ചെയ്തത് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ the very first mobile phone that we owned as our own. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ കുറിച്ച് വാങ്ങിയ മൊബൈലിന്റെ സീരീസ് പേരെന്തായാലും പേര് സാംസങ്ങിന്റെ പേര് സാംസങ്. ഇമ്മച്ചിന്റെ ഫോണാണ് അല്ലേ? നമ്മൾക്ക് സ്വന്തമായിട്ട് എന്റെ കയ്യിലുള്ള ബ്ലൂ ആണ്.
ആണ് 17 8 12 14 20 13 ആണോ 20 15 അതെ 15 ആണ് പറ്റിട്ട് പറഞ്ഞതാ 50 സീരീസ് ആണ്. 50 സീരീസ് ആണ്. ആ 52 53 ആകെ 51. അപ്പൊ അതല്ലേ എന്റെ ക്വസ്റ്റ്യൻ പക്ഷെ ഒക്കെ പൊട്ടന്മാരായിടോ നിൽക്കില്ല. അതിന് ലൈക്ക് ഞങ്ങൾ പൈസ കൊടുത്തു. അതില് ഞാൻ കൊടുത്ത പൈസ എത്രയാണ്? 2000 1000 500 വാങ്ങിയത്. യെസ്, അതിന് ഞാൻ ഇവിടെ കൊടുത്തിന്, പിന്നെ റിനും കുറച്ച് പൈസ കൊടുത്തിന്. അതില് ഞാൻ കൊടുത്തത് എത്രയാണ്? ഞങ്ങൾ എത്ര? 3000. എന്തൊരു 1000 അല്ല, 1000 ആണ് ഞങ്ങൾ മാത്രം, കുട്ടികൾ മാത്രം കൊടുത്തത്. 7000. അങ്ങനെ എത്ര? ഞാൻ 3000 5000 2000 2500 ഞാൻ എത്ര കൊടുത്തത്? 1200 അങ്ങനെ ഉണ്ടോ? 3000 3500 ഒരു കറക്റ്റ് 900 ഇത് കുറച്ച് ടഫാണ്. ഇങ്ങോട്ട് പറയുന്നൊന്നുമില്ല. 3500 250 രൂപ. ഞാൻ എടുത്ത പൈസ 250 രൂപ. ബാക്കി ഇവളും റിനു ആണ് ബാക്കി പൈസ എടുത്തത്. പക്ഷെ ഫോൺ ഞാൻ ചെറിയ കുട്ടിയായത് എനിക്ക് എന്താവണമെന്നേന്നു ആഗ്രഹം വെച്ചിട്ട് ഓക്കെ. നെക്സ്റ്റ് ഇവർക്ക് കിട്ടാനൊക്കെ ചാൻസ് ഭയങ്കര കുറവാണ്. അനുവിന് ഞാനൊരു ചാൻസ് കാണുന്നു. ഹൂ നെയിംഡ് മീ മെയിൻ? മാമയാണ് ഇതല്ല ഇതല്ല ഒരു ഇൻസിഡന്റ് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് വലിയ പരിചയം. യെസ്, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യന് ഫസ്റ്റ് എഴുതുന്നത് ഇവിടെ വേറെ തിരിക്കുന്നുണ്ട്. പെൻസിൽ മുടിങ്ങി നിൽക്കുകയാണ്. A movie that I can never stand. ഇതൊരു ഇമോഷണൽ No, ഞാൻ കണ്ടിട്ടില്ല. ഈ മൂവി ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഇവർക്കൊക്കെ അറിയാം, ഇവരൊക്കെ അതിന്റെ ഫാനാണ് തോന്നുന്നു. ഇവളൊക്കെ അറിയാം, പക്ഷെ ഈ മൂവി എനിക്ക് കാണാം. മലയാളം No. അല്ല, മലയാളമല്ല, ജാപ്പനീസ് ആണോ? ഇനിയിപ്പോ ചോദിക്കാം. മറ്റേ ഫിലിമ് ഒരു സെലിബ്രിറ്റി കൊറിയൻ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് ഭാഷ വരും? മലയാളം മലയാളമല്ല, ഇംഗ്ലീഷ് ഇന്ത്യനാണ്. തമിഴാണ്. പക്ഷെ ആ മൂവി മറ്റേ വിക്രമിന്റെ സിനിമ ഞാൻ പറയാം. നീ പറയാം. മറ്റേ ആ പാട്ടില്ലേ? ഞാൻ അതിൽ നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എന്തോ മൈ ഗോഡ് എനിക്ക് എന്റെ ഫേവറേറ്റ് ഫിലിമാണ്. ഞാനാണ് പറഞ്ഞത്. ഇതെനിക്ക് മാർക്ക് കാണാം, കാരണം തമിഴാണ് പറഞ്ഞത്. തിരുമകൾ തിരുമകൾ അല്ല, തിരുമകൻ വരെ. ഇനി ആരാണ് ഈ മൂവിന്റെ പേര് കറക്റ്റ് ഗസ്?
ഇവിടെ എന്തായാലും പറയില്ല. Yes. നമ്മൾ ഫെയർ ആയി കളിക്കുന്ന പേര് പറഞ്ഞിരിക്കില്ല. ഇത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. മൈ ഫേവറേറ്റ് ഇന്ത്യൻ ആക്ടർ ഓഫ് ഓൾ ടൈം. മമ്മൂട്ടി. പുതിയ വിജയ്. ലൈക്ക് നമ്മൾ എവിടെ എത്തും ഫോർമ കളിക്കും. പക്ഷേ one thing I can't do while watching mobile. മൊബൈൽ കാണുമ്പോ ഇത് എനിക്ക് ചെയ്യാൻ തന്നെ കഴിയും. എഴുതാൻ അങ്ങനെയല്ല, മൾട്ടി ടാസ്കിങ് ഒന്നല്ല. ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഫോൺ ബസ്സിൽ പോകും, ഫുഡ് കഴിക്കുമ്പോ പഠിക്കുമ്പോ എനിക്ക് അങ്ങനെ കഴിയാനല്ല. എനിക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യും. അങ്ങനെ ഉണ്ട്. ക്വസ്റ്റ്യൻ കാറിൽ പോകുന്ന മോശമല്ല. നമ്മളെ വീട്ടിലുള്ള പരിപാടി ഞാൻ ചെയ്ത് എനിക്ക് ഫോണിൽ കളിക്കാൻ കഴിയില്ല. ചാർജ് ചെയ്ത് എനിക്ക് ഫോണിൽ കളിക്കാൻ കഴിയില്ല. ഓക്കെ, ഇത് കുറച്ച് മെമ്മറി കുറച്ച് കൂടുതലാണ്. അപ്പൊ ഓളെ ഞാൻ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ളവർക്ക് ഇത്ര പറയാം, നിങ്ങൾക്ക് പറയുന്ന ക്വസ്റ്റ്യനെ കിട്ടുന്നില്ല. വാട്ട് വാസ് മൈ ഡ്രസ് കളർ ഓൺ ദ പീക്ക് വിത്ത് മീ, ഹർ ആൻഡ് റിനു ഓൺ എ ബസ് ഓൺ എ ബൈക്ക്. ആ ബൈക്കിലുള്ള കുട്ടിയായിരുന്നു പേര് പറഞ്ഞിങ്ങനെ ബ്ലൂ വെൽവെറ്റിന്റെ ഡ്രസ് റിനു. അല്ല, ഞാനും വെളും ഒരു കളറല്ല. സീനോന്ന് വന്നു ഓൾക്ക് വേണ്ടി അവിടെ റോസ് ഓറഞ്ച്. Okay, next question. When did I have my first iPhone? ലൈറ്റ് അറിയണ്ടേ? എനിക്കത് ഡേറ്റ് മന്ദ അനു. ഞാൻ പറഞ്ഞതാ. സീനു അനു ഞാൻ വന്നല്ലോ. ഏതാ മാസം? ഞാൻ പോയി അല്ല, ഞാൻ സൗദിയിലാണ് കിട്ടിയപ്പോ. അതല്ലേ എനിക്ക് ഒരു ഏകദേശം മാർച്ച്. അല്ല അനു സെപ്റ്റംബർ. ഇത് ഞാനും അതിന് തമ്മിൽ ആഗസ്റ്റ് സെപ്റ്റംബർ. അതിന്റെ ഇടയിൽ എവിടെയാണ് നിങ്ങൾക്ക് അറിയാം? ഏതാണെന്നറിയില്ല. ആഗസ്റ്റ് 10 സെപ്റ്റംബർ ആണ്. ആഗസ്റ്റ് സെപ്റ്റംബർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാൽ ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു ദിസ് ബട്ട് ഐ നെവർ എവർ ഹാഡ് ബിഫോർ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോവുകയാണെങ്കിൽ മൈ ഫേവറേറ്റ് ടി വി ഷോ. ഇതിപ്പോഴെ നമുക്ക് നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല, എന്നാലും മൈ ഫേവറേറ്റ് ടി വി ഷോ മട്ടത്തിലും നീളത്തിലും ഇതൊക്കെ ഭയങ്കര കോമൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ അറിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. എന്റെ മാർക്ക് വെറുതെ ഇവിടെ കൊണ്ടുപോയിട്ടേ. അങ്ങ് തോന്നട്ടോ റൂൾസ്. ഓക്കെ ഗൈസ്, ഞാൻ 20 ക്വസ്റ്റ്യൻ ചോദിച്ചു ടോട്ടൽ. അതിൽ 21 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നാമത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പൊട്ടന്മാരതൊന്നും ഉത്തരം പറഞ്ഞില്ല. ലവ് നമുക്ക് ഏറ്റവും ടോപ്പ് സ്കോററെയാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത്. റിൻഷ വിത്ത് ഹാഫ് പ്രൈസ്. ഹാഫ് അല്ലേ
ആക്ച്വലി എനിക്ക് ഇവിടെ ഉണ്ട് ഇല്ല കേട്ടോ. ഇവിടെ അതുപോലെ പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ഒരു ഒന്നര മാർക്ക്. ഏറ്റവും ടോപ്പ് സ്കോർ 1.5. ആൻഡ് സെക്കൻഡ് പ്രൈസ് ഗോസ് ടു സിനു വിത്ത് 5 points. 20-14 കൂടി എന്റെ ഒപ്പം തന്നെ ജനിച്ചു വളർന്ന നീ ഓളത് പറഞ്ഞിട്ടില്ലേ? ഒന്നുപോലും പറയാൻ നിന്നില്ല. വിട്ടുകൊടുത്തു ഗൈസ്. സോ ദാറ്റ്സ് നിങ്ങൾ പറഞ്ഞത് ഓൾമോസ്റ്റ് വരും. ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇട്ടാകില്ലോ. ഞാൻ ജനിച്ചത് ജനിച്ച അന്നത്തെ 30 കളറെന്ന് വെച്ചാൽ ജനിച്ചാല് പിന്നെ കയ്യിൽ തന്ന 30. Okay guys, that was today's video. അപ്പൊ ഇത്രയും I hope you all liked it. അതെ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞങ്ങള് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ വീണ്ടും സന്ധ്യക്ക് വരേക്കും.